പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് ലഭിച്ച അനുഗ്രഹത്തിന് കോടാനുകോടി നന്ദി പറയുന്നു അമ്മയ്ക്കും തിരുക്കുമാരനും. എൻ്റെ പേര് നീതു. ഞാനൊരു നേഴ്സാണ്. കുവൈറ്റിൽ വർക്ക് ചെയ്യുകയായിരുന്നു. ഞാൻ കണ്ണൂർ ജില്ല കരിക്കോട്ടഗിരി ഇടവക അംഗമാണ്. ഇതെൻ്റെ മകൻ ഏഡ്രിയൽ ചാക്കോ. ഞാൻ ഈ കൃപാസനത്തിനെക്കുറിച്ച് അറിഞ്ഞത് എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്നാണ്. എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരുപാട് പേര് ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം അവർക്കുണ്ടായ അനുഗ്രഹങ്ങൾ വന്ന് പറഞ്ഞപ്പോഴാണ് ആലപ്പുഴയിൽ ഇങ്ങനൊരു അമ്മയുണ്ടെന്നും അമ്മയുടെ അടുത്ത് വന്ന് നിയോഗം വെച്ചാൽ എല്ലാം സാധിച്ചു കിട്ടുമെന്നും എനിക്ക് മനസ്സിലായത്. ആ സമയത്ത് ഞാൻ അനുഭവിച്ചിരുന്ന ഏറ്റവും വലിയ പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ മോന് 5 വയസ്സ് പ്രായമായിരുന്നു. ആ സമയത്ത് ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കുന്നത് 2023 നവംബർ 18-ാം തീയതിയാണ്. ആ സമയത്ത് എൻ്റെ മകന് ഏറെക്കുറെ 5 വയസ്സ് പ്രായമുണ്ട്. അവൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള വർത്തമാനം ഒന്നും അവൻ പറയാറില്ല. എന്തെങ്കിലും ഒരു കാര്യം വേണമെങ്കിൽ അവനിങ്ങനെ ചൂണ്ടിക്കാണിക്കുവാണ് ചെയ്യാറുള്ളത്. ഞങ്ങൾ 2 പേരും ജോലിയായിരുന്നു. കോവിഡിൻ്റെ സമയമായിരുന്നു. ആ സമയത്ത് അവൻ്റെ കെയർ ടേക്കറിനെ ഏൽപ്പിച്ച് വെച്ചിട്ട് ഞങ്ങൾ ജോലിക്ക് പോകുമായിരുന്നു. ആ സമയത്ത് മോൻ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ചേച്ചി TV-യോ മൊബൈലോ മോൻ്റെ കയ്യിൽ കൊടുക്കും. അവനത് കണ്ടുകൊണ്ടിരിക്കും. യാതൊരു കമ്മ്യൂണിക്കേഷനും അവിടെ നടക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് മോന് അത്യാവശ്യ കാര്യങ്ങളെല്ലാം അവനിങ്ങനെ കൈവച്ച് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ആദ്യമൊന്നും ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. പിന്നെ ഇത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഒരുപാട് പ്രയാസമായി. ഞങ്ങൾ സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഓക്യുപ്പേഷൻ തെറാപ്പിസ്റ്റ് ഇവർക്കെല്ലാം അപ്പോയിൻമെൻ്റ് എടുത്തു. അവർ മോനെ ചെക്ക് ചെയ്തിട്ട് അവരെല്ലാം പറയുന്നത് മോൻ നോർമലാണ്, വേറെ കുഴപ്പങ്ങളൊന്നും അവനില്ല, നിങ്ങൾ പേടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട, അവൻ സംസാരിച്ചോളും. പക്ഷേ ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് വിഷമമായി. അങ്ങനെ ഇരിക്കെ ചെയ്താണ് ഞാൻ നാട്ടിൽ വന്നപ്പോൾ ആദ്യമായി ഇവിടെ വന്ന് ഇവന് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എന്നും മോൻ്റെ നെറ്റിയിൽ തൈലം പൂശി, ഇവിടുന്ന് വെഞ്ചരിച്ച് വിട്ട് തൈലം പൂശി ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയുടെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കും. എൻ്റെ മോന് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഒരു ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഡൗൺ സിൻഡ്രം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മാതാവേ, അതുകൊണ്ടാണോ അവൻ സംസാരിക്കാത്തത് എന്നുള്ളൊരു സങ്കടം ഒത്തിരി എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അമ്മ അതിനൊരു ഉത്തരം നൽകും എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു. അവനെ സ്കൂളിലും ചേർത്തു. ആ ഒരു പ്രാർത്ഥനയുടെ ഫലമെന്ന് പറയത്തക്ക രീതിയിൽ നല്ലൊരു മാറ്റം ഞാൻ അവനെ കണ്ടു. അവൻ നോർമലായിട്ട് മലയാളം തന്നെ, ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലാണ്ട് മലയാളത്തിൽ തന്നെ എല്ലാ വാക്കുകളും, അവന് വേണ്ടുന്ന സാധനങ്ങൾ, അവന് വേണ്ടുന്ന കാര്യങ്ങൾ, അവൻ്റെ ഡൗട്ട്സ് എല്ലാം തന്നെ അവൻ മലയാളത്തിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. എല്ലാവർക്കും അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. അവൻ്റെ പ്ലേ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു, ഒത്തിരി മാറ്റം ഇവനുണ്ട്, നിങ്ങൾ എന്താ ചെയ്തത്, ഒരുപാട് മാറ്റം ഈ കുഞ്ഞിൽ കാണുന്നുണ്ട്, അവനിപ്പം ക്ലാസ്സിൽ നല്ല ആക്റ്റീവായിട്ടുള്ളൊരു ബോയ് ആയിട്ടാണ് അവൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ഒത്തിരി സന്തോഷം എനിക്ക് തോന്നി. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അമ്മ മാതാവ് നൽകിയ അനുഗ്രഹം ഒരുപാടാണ് എനിക്ക്. രണ്ടാമതായിട്ട് എനിക്ക് സാക്ഷ്യം പറയാനുള്ളത്, ഞാൻ കുവൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു യൂറോപ്യൻ കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ന്യൂസിലാൻഡ് പാത്വേ ആണ് ചൂസ് ചെയ്തത്. എൻ്റെ ഒരു ഡ്രീം കൺട്രി എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ആയിരുന്നു. ഓസ്ട്രേലിയയിൽ ഫാമിലിയായിട്ട് സെറ്റിൽ ചെയ്യണമെന്നൊരു ആഗ്രഹമായിരുന്നു എനിക്കുണ്ടായത്. അതിനുവേണ്ടി ന്യൂസിലാൻഡ് പാത്വേ ഞാൻ സെലക്ട് ചെയ്തു. OET എക്സാം എഴുതി, പാസ്സായി. അതിൻ്റെ ബാക്കി ഫോർമാറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഫൈനലി ഡിസിഷൻ ലെറ്റർ എത്തേണ്ട സമയമായപ്പോൾ എനിക്ക് തടസ്സം. എല്ലാ ഫോർമാലിറ്റിയും എൻ്റെ ഫിനിഷായി, എല്ലാം 100% കാണിക്കുന്നത്. പക്ഷേ എനിക്ക് ഡിസിഷൻ ലെറ്റർ വരുന്നില്ല. എൻ്റെ ക്യാപ് കോഴ്സിൻ്റെ അഡ്മിഷൻ ലെറ്ററും എനിക്ക് വരുന്നില്ല. ടെൻഷനായി, പ്രയാസമായി, സങ്കടമായി, മാതാവിനോട് പരാതി പറച്ചിലായി. എന്തേ എനിക്ക് മാത്രം ഇങ്ങനെ? എൻ്റെ കൂട്ടുകാർക്കെല്ലാം, എൻ്റെ ഒപ്പം സബ്മിറ്റ് ചെയ്തവർക്കെല്ലാം വന്നു, എനിക്ക് മാത്രം വരുന്നില്ലല്ലോ മാതാവേ. രണ്ടാം നീക്ക് ഞാനിവിടെ 2024 ജൂലൈ മാസം ഞാനിവിടെ വന്ന് ഉടമ്പടി ഒടുക്കിയപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചൊരു കാര്യം, എത്രയും പെട്ടെന്ന് എൻ്റെ ക്യാപ് കോഴ്സിൻ്റെ അഡ്മിഷൻ ഫോം എനിക്ക് വരണം. എനിക്ക് പോയി ഓസ്കി കംപ്ലീറ്റ് ആക്കി എനിക്ക് APC എടുക്കണം. അത് മുഖേന ഓസ്ട്രേലിയ പാത്വേ എനിക്ക് ട്രൈ ചെയ്യണം. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പോയതിൻ്റെ ഫലമായി ജൂലൈ 31-ാം തീയതിക്ക് മുമ്പായിട്ട് മാതാവേ എൻ്റെ ഓഫർ ലെറ്റർ വരണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാനിവിടെ വന്ന് 15-ാം തീയതി ഉടമ്പടി പുതുക്കി. 20-ാം തീയതി എനിക്ക് മെയിൽ വന്നു, ക്യാപ് കോഴ്സിന് അഡ്മിഷൻ കിട്ടി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ സെപ്റ്റംബർ മാസം 1-ാം തീയതി ന്യൂസിലാൻഡിലേക്ക് ഓസ്കി ക്യാപ് കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. അവിടെ ചെന്ന് അവിടെയുള്ള ഫോർമാലിറ്റീസ്, അവിടുത്തെ എക്സാം എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം മൂലം എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. എല്ലാ കാര്യങ്ങളും എനിക്ക് വളരെ സ്മൂത്തായിട്ട് എനിക്ക് മാതാവ് നടത്തി തന്നു.
അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ള ഒരു സാക്ഷ്യം, ഞാൻ ഈ ന്യൂസിലൻഡിന് പോകാൻ നേരത്ത് എൻ്റെ മോനെ ആദ്യമായിട്ടാണ് ഞാൻ ഒരുപാട് നാൾ വിട്ടു നിൽക്കുന്നത്. ഒരു 3-4 മാസത്തോളം ഞാൻ അവനെ വിട്ടു നിൽക്കേണ്ടി വന്നു. അതവന് വലിയൊരു ട്രോമ ആയിരുന്നു. അവനെ ഞാൻ വിട്ടിട്ട് പോയതിൻ്റെ ഒത്തിരി ബിഹേവിയർ ചേഞ്ചസ് അവനിൽ കണ്ടു തുടങ്ങി. ടീച്ചേഴ്സ് എനിക്ക് സ്കൂളിൽ നിന്ന് മെസ്സേജ് അയക്കാൻ തുടങ്ങി, മോൻ്റെ ബിഹേവിയറിൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ട്, ഒത്തിരി അഗ്രസീവ് ആകുന്നു അവന്, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു. ക്ലാസ്സിൽ ടീച്ചേഴ്സ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവന് ദേഷ്യമായി, അവൻ്റെ സ്പെക്സ് ഊരി എറിയും, അവൻ ബോക്സ് എടുത്തെറിയും, പെൻസിൽ കുത്തി ഓടിക്കും. അങ്ങനെയുള്ള ഒരുപാട് കംപ്ലയിൻറ്റ്സ് ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് വരാൻ തുടങ്ങി. വീണ്ടും പ്രയാസമായി, എന്തേ ഇവനിങ്ങനെ. ഞാൻ ന്യൂസിലൻഡിൽ നിന്ന് ഒരു 4 മാസത്തോളം ന്യൂസിലൻഡിൽ നിന്നതിന് ശേഷം ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണേലും അവൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ല. അവൻ എപ്പോഴും ക്ലാസ്സിൽ ഫസ്റ്റ് ആകണം. അവൻ്റെ ആ ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ അവൻ്റെ ആ ഫസ്റ്റ് ക്വാളിറ്റി അവനിൽ നിന്ന് പോയാൽ അവൻ ആ ദേഷ്യമാണ്. വേറെ ആർക്കും ഫസ്റ്റ് കിട്ടുന്ന അവന് ഇഷ്ടമല്ല, എപ്പോഴും ഇവൻ തന്നെ ഫസ്റ്റിൽ നിൽക്കണം. ആ ഒരു ക്യാരക്ടറിലേക്ക് അവൻ മാറി. ഈ പറഞ്ഞതുപോലെ തന്നെ മാതാവിൻ്റെ അടുത്ത് ഒരു പേപ്പർ എടുത്ത് ഞാൻ നിയോഗം എഴുതി വെച്ച് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആ പേപ്പർ ഞാൻ കൈ പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ കുഞ്ഞിനെ ഞാൻ സമർപ്പിക്കുവാണ്, അവൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തും. ടീച്ചേഴ്സിൻ്റെ കംപ്ലയിൻറ്റ് കേട്ട് ഞാൻ മടുത്തു. എന്നും കൂട്ടാൻ പോകുമ്പം പേടിയാണ്, ഇന്ന് എന്ത് കംപ്ലയിൻറ്റാണ് ടീച്ചർ പറയുന്നതെന്ന് ഓർത്തിട്ട്. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പം അവൻ്റെ ക്ലാസ് ടീച്ചർ പറയുന്നത് ക്ലാസ്സിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻ്റാണ് എൻ്റെ മോൻ. അവന് മറ്റുള്ളവരോടുള്ള ദേഷ്യം മാറി. ഇവന് ഗേൾസിനെ ഇഷ്ടമല്ലായിരുന്നു. ഇവൻ്റെ ഫ്രണ്ട്സ് എല്ലാം ബോയ്സ് ആയിരുന്നു. ഗേൾസ് എന്തെങ്കിലും ചോദിച്ചാൽ അവൻ ഷെയർ ചെയ്യത്തില്ല, ഗേൾസിനൊന്നും കൊടുക്കത്തില്ല. അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ആയിരുന്നു കൂടുതലും വരുന്നത്. പക്ഷേ ഇപ്പം അവൻ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. ഇവൻ ക്ലാസ്സിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആണെന്നാണ് ഇപ്പോൾ എല്ലാ ടീച്ചേഴ്സും പറയുന്നത്. അതും എനിക്ക് എൻ്റെ മാതാവ് നൽകിയ ഒരു അനുഗ്രഹമാണിത്. ഒത്തിരി ഞാൻ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ള സാക്ഷ്യം, ന്യൂസിലൻഡ് പാത്വേ വഴി ഞാൻ ഓസ്ട്രേലിയ വിസയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്തു. എൻ്റെ ഫ്രണ്ട്സ് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്തത്. ഈ പറഞ്ഞ പോലെ ഞാൻ വിസ ഇട്ട സമയം റിസഷൻ്റെ ടൈമാണ്. ഒത്തിരി തടസ്സങ്ങളും കാര്യങ്ങളും, ഒത്തിരി ലേറ്റാണ് പ്രോസസ്സിങ്, ഒത്തിരി ലേറ്റാണ് തടസ്സത്തിലുപരി. ഞാൻ മാർച്ച് മാസം 2025 മാർച്ച് 12-ാം തീയതിയാണ് ഫുൾ പേയ്മെൻറ്റ് ചെയ്ത് ഓസ്ട്രേലിയയുടെ വിസയ്ക്ക് ഞാൻ ആപ്ലിക്കേഷൻ ഇട്ടത്. അതിനുശേഷം ചോദിക്കുമ്പോഴെല്ലാം യാതൊരു അപ്ഡേറ്റ്സും ഇല്ല എന്നാണ് ഏജൻസി പറയുന്നത്. കേസ് ഓഫീസർ ആയിട്ടില്ല, കേസ് ഓഫീസറായി കഴിയുമ്പോൾ ഞങ്ങൾ പറയാമെന്ന് മാത്രം ഒരു മറുപടിയാണ് അവർ തന്നുകൊണ്ടിരുന്നത്. അന്നേരം ഒരുപാട് ടെൻഷനായി, സങ്കടത്തിലുപരി ദേഷ്യമായിപ്പോയി. ഉണ്ടായിരുന്ന ഒരു ജോലി കളഞ്ഞിട്ട് നാട്ടിൽ വന്ന് നിൽക്കുന്നു, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. നമ്മുടെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, നെയ്ബേഴ്സ് എല്ലാം ചോദിക്കുന്നു, പോകാറായില്ലേ, എന്നാ പോകുന്നത്, എന്തിനാ ജോലി കളഞ്ഞിട്ട് വന്നേ, ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ. ഈ ഫ്രസ്ട്രേഷൻസ്, ഈ സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് എനിക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമായിപ്പോയി. എൻ്റെ മമ്മിയുടെ അടുത്ത് ഞാൻ ഒരുപാട് ദേഷ്യപ്പെടുമായിരുന്നു ഈ കാര്യം. ഒരു പക്ഷേ എൻ്റെ മമ്മി എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഒത്തിരി മമ്മിയുടെ അടുത്ത് ദേഷ്യപ്പെടുമായിരുന്നു. എൻ്റെ സ്ട്രെസ്സ് മുഴുവൻ ഞാൻ മമ്മിയുടെ അടുത്തായിരുന്നു തീർക്കുന്നത്. എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും തോന്നിയില്ല അന്നേരം. അപ്പോൾ എപ്പോഴും മാതാവിനോട് ഞാനിങ്ങനെ സങ്കടമല്ല, കുറ്റം പറയും. എനിക്ക് മാത്രം എന്തോ ഒന്നും തരാത്തേ. ആദ്യം കോഴ്സിനാണേലും എനിക്ക് ഡിലേ ആക്കി, ഇതും എനിക്ക് ഡിലേ ആവുക, എന്നെനിക്കൊന്ന് പോകാൻ പറ്റും. മാതാവേ, എൻ്റെ തീരുമാനം തെറ്റായിപ്പോയോ, ഞാനിനി എന്താ ചെയ്യുന്നത്, നാട്ടിൽ സ്റ്റക്കായി പോവോ. അങ്ങനെ എപ്പോഴും ഒരു കംപ്ലയിൻറ്റ് ബോക്സ് ആയിരുന്നു മാതാവിൻ്റെ അടുത്ത്. ഇത്രയും നാൾ നടന്ന അനുഗ്രഹങ്ങൾക്കൊന്നും നന്ദി പറയാതെ എന്നും മാതാവിൻ്റെ അടുത്ത് പരാതിയും കംപ്ലയിൻറ്റുമായിട്ടാണ് ഞാൻ ഇരുന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്ത് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒരു നിയോഗം വെച്ചു. അമ്മേ മാതാവേ, ഡിസംബർ 25-ാം തീയതി നിൻ്റെ തിരുക്കുമാരൻ്റെ പിറന്നാൾ ദിവസം എനിക്ക് എൻ്റെ വിസ അപ്രൂവ് ആയെന്നും പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ വരണം, അത് എനിക്കൊന്ന് നേടിത്തരാവോ മാതാവേ എന്ന് മാതാവിനോട് ഞാൻ അങ്ങോട്ടൊരു നിബന്ധന വെച്ച്, ഒരു കണ്ടീഷൻ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി. എന്ന് മെയിൽ ചെക്ക് ചെയ്യും, നിരാശയാണ് ഫലം, ഒരു റിസൾട്ടും ഇല്ല. അങ്ങനെ ചെയ്ത് ഒക്ടോബർ മാസം, മാതാവിൻ്റെ കൊന്തമാസം, ജപമാല മാസം ഒക്ടോബർ 3-ാം തീയതി എനിക്ക് മെയിൽ വരുവാണ്. ഫാമിലിയോടുകൂടെ നിൻ്റെ PR വിസ ഗ്രാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു ഗ്രാൻഡ് ലെറ്ററാണ് എനിക്ക് വന്നിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ മോനും എനിക്കും 5 വർഷത്തെ ഓസ്ട്രേലിയൻ വിസ, വിക്ടോറിയ സ്റ്റേറ്റിൻ്റെ നോമിനേഷൻ കിട്ടി. എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. വിസ കിട്ടിയതിന് ശേഷം ഉള്ള അടുത്ത പ്രാർത്ഥന ഒരു ജോലിയോടുകൂടെ പോകണമെന്നായിരുന്നു. കാരണം അത്രയും വലിയൊരു കൺട്രിയിൽ നമുക്ക് ജോലി ഇല്ലാണ്ട് പോയാൽ, ഫാമിലിയായിട്ട് പോയാൽ നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യും. സ്പെഷ്യലി നമ്മൾ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അത്ര സ്ട്രോങ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് ജോലി ഇല്ലാണ്ട് പോകാൻ പറ്റത്തുള്ളൂ. എൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാം കേട്ടപ്പോൾ അവർ പറഞ്ഞു, ജോലിക്കൊന്നും നീ വെയിറ്റ് ചെയ്യണ്ട, കയറി പോരെ, സമയം കളയണ്ട, ഇവിടെ വന്നിട്ട് നമുക്ക് ജോലി നേടാം എന്നൊക്കെ അവർ പറഞ്ഞെങ്കിലും ഒരു ജോലിയോടുകൂടെ പോകണം എന്നുള്ളൊരാഗ്രഹത്തിൽ എന്നും ആപ്ലിക്കേഷൻ ഇടും, എന്ന് റിജക്ഷൻ ഇടുന്നതിനേക്കാളും കൂടുതൽ റിജക്ഷൻ മെയിലാണ് എൻ്റെ ഇൻബോക്സിലുള്ളത്. മെയിൽ ബോക്സിൽ
ഒരു പ്രതീക്ഷയില്ല. പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഇങ്ങനെ ഇരുന്നപ്പം എനിക്ക് ലാസ്റ്റ് ഒരു ഇൻ്റർവ്യൂ കിട്ടി. ആ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. ഒരൊറ്റ ക്വസ്റ്റ്യനാണ് എൻ്റെ അടുത്ത് ആ ഇൻ്റർവ്യൂവിൽ ചോദിച്ചത്. ആ ഇൻ്റർവ്യൂവിൽ ഞാൻ പാസ്സായി. എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഈ മാസം 28-ാം തീയതി, അടുത്ത ശനിയാഴ്ച, ഞാൻ എൻ്റെ ഫാമിലിയോട് കൂടെ ഓസ്ട്രേലിയയിൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ജോലി ചെയ്യാൻ ഞാൻ പോവുകയാണ്. ഏപ്രിൽ 7-ാം തീയതിയാണ് എൻ്റെ ജോയിനിങ് ഡേറ്റ്. എനിക്ക് മാതാവും തിരുക്കുമാരനും തന്ന അനുഗ്രഹങ്ങൾക്ക് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ സാമ്പത്തിക മേഖലയിൽ മാതാവിനെ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്. വിസ ഇടേണ്ട സമയവും എല്ലാം എനിക്ക് ഒത്തിരി ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട്. ആ സമയങ്ങളിലെല്ലാം എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് എന്നെ ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കും, നിനക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടോ, നിനക്ക് വേണോ, സഹായം വേണോ, എന്തെങ്കിലും. അങ്ങനെ നമ്മൾ അങ്ങോട്ട് ചോദിക്കാൻ ഒരു മടി കാണിച്ചാൽ പോലും എന്നെ ആൾക്കാർ ഇങ്ങോട്ട് വിളിച്ച് പൈസ തന്ന് എനിക്ക് അനുഗ്രഹിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ ആത്മീയ ജീവിതത്തിലെ വളർച്ചയെന്ന് ചോദിച്ചാൽ, നേരത്തേക്ക് ഞാനൊരു ജപമാല സന്ധ്യപ്രാർത്ഥന ചൊല്ലിയ ആ പേരിനൊരു ജപമാല ചൊല്ലി തീർക്കുക എന്നാണ്. അല്ലെങ്കിൽ കുർബാന കൂടാൻ പോയാൽ ആ പേരിന്, ക്രിസ്ത്യാനിയാണല്ലോ, ഒരു കുർബാന കാണണം, ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോകണം എന്നുള്ളൊരു കടമ തീർക്കാനാണ്. പക്ഷേ ഇന്ന് ഞാനൊരു കുർബാനയിൽ പങ്കെടുത്താൽ ആദ്യം മുതൽ അവസാനം വരെ ഭക്തിയോടുകൂടി നിന്ന് ആ കുർബാന എനിക്ക് പങ്കെടുക്കാനും വേണ്ട രീതിയിൽ കുമ്പസാരിച്ച് കുർബാനയെ കൈക്കൊള്ളാനും ഒരുപാട് പ്രാർത്ഥിക്കാനുള്ള കൃപാവരം കിട്ടി. അതായത് എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ എത്ര നിയോഗങ്ങൾ വെച്ചാലും എത്ര കംപ്ലൈൻറ്റ് മാതാവിൻ്റെ അടുത്ത് കൊടുത്താലും നമ്മുടെ സമയം വരുമ്പോൾ അത് ഒരു തടസ്സവും ഇല്ലാണ്ട് മാതാവ് നമ്മുടെ കൈവെള്ളയിൽ വെച്ച് തരും. അത് ഉറപ്പാണ്. എൻ്റെ കാര്യത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം അതാണ്. നമ്മൾ എത്ര കണ്ട് മറ്റുള്ളവരെ നോക്കിക്കണ്ട് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും നമുക്കത് മാതാവ് വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ മാതാവ് അത് തരാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ സമയത്ത് മാതാവ് അത് കൃത്യം നമുക്ക് കൊണ്ടുവന്ന് തരും. അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ മറ്റുള്ളവർക്ക് എന്നാലാകുന്ന സഹായങ്ങൾ ഞാൻ സാമ്പത്തികമായിട്ടാണേലും വസ്ത്രങ്ങൾ കൊടുത്താണേലും ആഹാരം കഴിക്കാൻ പൈസ ഇല്ലാത്തവർക്ക് അങ്ങനെ കൊടുത്തു ഞാൻ അനുഗ്രഹിക്കും. എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജപമാല ഓർഡർ കൊടുത്ത് അത് വാങ്ങിച്ച് ഞാൻ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം പറയാനാണെങ്കിൽ ഞാൻ പത്രം കൊടുക്കുമ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ പറഞ്ഞ് അത് സാക്ഷ്യപ്പെടുത്തി മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്തി മറ്റുള്ളവർക്ക് അത് കൊടുക്കാനുള്ള കൃപാവരം എനിക്ക് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ അടുത്ത് ഒരു വ്യക്തി പ്രാർത്ഥനാ സഹായം ചോദിച്ചാൽ മറന്നു പോകുമെന്നുള്ളൊരു കാരണം കൊണ്ട് ഞാനത് പേപ്പറിൽ എഴുതി വെക്കും. എനിക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു വലിയ പേപ്പറുണ്ട്, അതിലാണ് മുഴുവൻ നിയോഗങ്ങൾ അക്കങ്ങളിട്ട് ഞാൻ എഴുതി വെച്ച് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ഫ്രണ്ട്സിൻ്റെ പ്രാർത്ഥനയും എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നവരുടെ എല്ലാവർക്കും ആ പ്രാർത്ഥന മാതാവിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് മാതാവ് ഈ നിയോഗങ്ങളെല്ലാം നടത്തി തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപാവരം എനിക്ക് തന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 66, 19, 20 തിരുവചനങ്ങൾ. ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു. ദൈവം വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല, അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല. നിധു ജോസ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ പരിശുദ്ധമയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആദ്യത്തേത് മകൻ സംസാരിച്ചു തുടങ്ങിയ സാക്ഷ്യം, ശാന്തതയോടുകൂടി ക്ലാസ്സിൽ പെരുമാറി തുടങ്ങിയ സാക്ഷ്യം, അവൻ്റെ നിർബന്ധ ബുദ്ധികൾ മാറി എല്ലാവർക്കും പ്രിയങ്കരനായി മകൻ വളർന്ന സാക്ഷ്യം ഒക്കെ മകൾ സൂചിപ്പിച്ചു. പിന്നീട് മകൾക്ക് യൂറോപ്യൻ മൈഗ്രേഷന് വേണ്ടി ഓസ്കി പരീക്ഷ എഴുതുവാൻ പോയപ്പോൾ ലഭിച്ച സംരക്ഷണം, PR ലഭിച്ചത്, അതോടൊപ്പം തന്നെ ജോലിയോടുകൂടി വിദേശത്തേക്ക് പോകുവാൻ അമ്മ മാതാവ് മകൾക്ക് സൗകര്യങ്ങൾ ക്രമീകരിച്ചു കൊടുത്തത് സാക്ഷ്യപ്പെടുത്തി. ഈ സാക്ഷ്യത്തിൽ നമുക്ക് ഒരു പോരായ്മ അച്ഛന് തോന്നുന്നത്, അമ്മ ഓരോ തവണയും അനുഗ്രഹിച്ച് മാത്രം വഴി നടത്തിയിട്ടും അടുത്തൊരു പ്രതിസന്ധി വരുമ്പോൾ ഹൃദയശാന്തതയോടുകൂടി അമ്മയിൽ ആശ്രയിക്കുവാനുള്ള ഒരു വിശ്വാസക്കുറവുണ്ട്. എപ്പോഴും പാനിക്കാണ്. എപ്പോഴും കിട്ടാതെ വന്നാൽ, ഒരിത്തിരി പ്രതിസന്ധി വന്നാൽ വല്ലാതെ കിടന്ന് ആകുലപ്പെടുന്ന ഒരു മനസ്സ് സഹോദരി വാക്കുകളിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മളെ ഓരോരുത്തരെയും ഉടമ്പടി ജീവിതം അമ്മ മാതാവിൽ പൂർണ്ണമായി ശരണപ്പെടുവാനുള്ള ശാന്തതയിലേക്കാണ് നയിക്കുന്നത്. അതെപ്പോഴും ഉണ്ടാവണം. അമ്മ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെടുകയും ജീവിത ദുഃഖ ദുരന്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ സഹായിക്കുകയും ചെയ്തുവെന്ന് സന്ദേശം കൈമാറി
പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഉടമ്പടി മക്കൾ ദൈവാശ്രയത്വത്തിൻ്റെ മക്കളാവണം. ഉടമ്പടി നാം ജീവിച്ചു തുടങ്ങി ഒരു അനുഗ്രഹം കിട്ടിയാൽ പിന്നീട് അടുത്ത അനുഗ്രഹത്തിന് വേണ്ടി സംശയിക്കരുത്. അത് എത്ര വൈകിയാലും എത്ര കലുഷിതമായ സാഹചര്യത്തിലാണെങ്കിലും എനിക്ക് വേണ്ടി നിലകൊണ്ട് എൻ്റെ കർത്താവിൽ നിന്ന് എൻ്റെ അമ്മ മാതാവ് എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഞാൻ വൃത്തിയായി മുന്നോട്ട് നയിക്കുമ്പോൾ അതിന് അനുഗ്രഹമായി അമ്മ എനിക്ക് നേടിത്തരും എന്ന് പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കുവാൻ പറ്റണം. അല്ലെങ്കിൽ നമ്മൾ എന്നും ശിശുക്കളെ പോലെ നിലവിളിക്കുന്നവരായി മാറും. പ്രാർത്ഥനയിലും ആത്മീയതയിലും വളർച്ചയില്ലാത്തവരായി മാറും. ലഭിക്കുമ്പോൾ സന്തോഷം, പ്രതിസന്ധി വരുമ്പോൾ കരച്ചിലായി ജീവിതം മാറും. ഉടമ്പടി നമ്മളെ ആത്മീയ ഇരുത്തമുള്ളവരായി, ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി, വിശ്വസ്തയോടുകൂടി ഒരു വിശ്വാസ ജീവിതം നയിക്കുന്നവരായി വളർത്തുകയാണ് ചെയ്യുന്നത്. ഈ മകൻ്റെ ആ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളൊക്കെയും ചെറുതല്ല, വളരെ വലുതാണ്. സംസാരിക്കാത്ത മകൻ നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ സംസാരിച്ചു തുടങ്ങിയത്, അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ശാന്തതയിലേക്ക് അവൻ്റെ ജീവിതം മാറുന്നത്, അവന് മറ്റുള്ളവരുമായി ഇടപഴകുവാനുള്ള സിദ്ധികൾ ലഭിക്കുന്നത് ഒക്കെ മകള് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തി. വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി. കണ്ണീര് കൊണ്ട് അമ്മയുടെ കരങ്ങളിൽ എന്ത് നിയോഗം ഏൽപ്പിച്ചു കൊടുത്താലും അമ്മ കൈവിടാതെ അത് കരുതലോടെ കണ്ട് ജീവിതത്തെ അനുഗ്രഹിക്കുന്നത് അനുഭവിക്കുവാനാവും. അതുകൊണ്ട് നാം പരിഭ്രമിച്ച് പരക്കം പാഞ്ഞ് നടക്കുന്നൊരു ആത്മീയതയുടെ മക്കളാവരുത്. ശാന്തതയോടുകൂടി ദൈവം എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ഒരുക്കി നൽകി അനുഗ്രഹിക്കും എന്ന പ്രത്യാശയോടെ ഉടമ്പടി ജീവിക്കുവാൻ, കുറേ കൂടി മെച്ചപ്പെടുത്തി ഉടമ്പടി ജീവിക്കുവാൻ ഓരോ ദിവസവും തീഷ്ണതയുള്ളവരായി നമുക്ക് മുന്നേറാൻ പറ്റണം. അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തും, നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ദൈവാനുഗ്രഹം നിറയ്ക്കുകയും ചെയ്യും. കൂടുതൽ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ കുടുംബത്തെ അമ്മ മാതാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിത വിഷയങ്ങൾ അമ്മ ഏറ്റെടുത്ത ഈശോയിൽ നിന്നും നേടിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് അമ്മയ്ക്കും ഈശോയ്ക്കും ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.